റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുകൾ, പ്രത്യേകിച്ച് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്, മൾട്ടി ലെയർ പ്ലാസ്റ്റിക്സ്. ഈ പ്ലാസ്റ്റിക് നമ്മളിന്ന് ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയലിലുള്ള പ്ലാസ്റ്റിക്കുകളെ ഇന്നത്തെ ഒരവസ്ഥയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്കറിയാം. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് നിയമപ്രകാരം ഇതുപോലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റിനെ വലിയ ഇൻസിനറേറ്ററിൽ, പ്രത്യേകിച്ച് സിമൻറ്റ് കമ്പനിയിൽ കൊണ്ടുപോയി കത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പരിഹാരം. ഈ കത്തിച്ച് ആഷാക്കുന്നതിന് പകരം ഇതിനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി എങ്ങനെ മാറ്റാമെന്ന ചിന്തയിൽ നിന്നാണ് ഓറിയോൺ പോളിമർ കോമ്പോസിറ്റ് എന്ന പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ഞാൻ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കെമിസ്ട്രി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ കോഴിക്കോട് വലിയങ്ങാടിയിൽ പണിയെടുക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ മാമനും എൻ്റെ ജ്യേഷ്ഠനും ഒക്കെ ഓട്ടോ ഇലക്ട്രീഷ്യന്മാരായിരുന്നു. ഈ ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ബാറ്ററി റീബിൽഡ് ചെയ്യുന്നവരെ പ്രധാനമായിട്ടുള്ള ജോലി. ഒരു ദിവസം ഞാൻ ഈ ബാറ്ററി പ്ലേറ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഓറിയോൺ ബാറ്ററി എന്ന സ്ഥാപനത്തിലേക്ക് വരികയും കേരളത്തിൻ്റെ ബാറ്ററി വിപണിയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഓറിയോൺ ബാറ്ററി നിൽക്കുന്നത്. ഓറിയോൺ ബാറ്ററീസിൻ്റെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീൻ്റെ ഭാഗമായിട്ടാണ് ഓറിയോൺ പോളിമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Without even prior cleaning, we shred and mix it evenly with our Orion compound and upcycle it into a polymer composite. This composite is then extruded and molded into various building materials currently. Our current manufacturing capacity allows us to process 3 metric tons of plastic waste daily, 70 metric tons monthly and 900 metric tons yearly. We also manage all the air pollutions through a wet scrubber, and we make sure that zero harmful air is being released from our factory. Non-recyclable plastic നമ്മൾ അപ്സൈക്കിൾ ചെയ്യുന്ന ഭാഗമായിട്ട് വിൽ ബി എലിജിബിൾ ഫോർ കാർബൺ ക്രെഡിറ്റ്സ്. സോ ബൈ 2024 we would like to achieve carbon neutrality. ഇപ്പം നിലവിൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, വുമൺ എംപവർമെൻറ്റും ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയും ഇതിൻ്റെ ഒരു എക്സ്പാൻഷനിൽ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബിസിനസ് പ്ലാൻസും കാര്യങ്ങളും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിസ്സാരമായി കാണുന്ന ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് നാം നിത്യേന എന്നോണം അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പരിധി വരെയെങ്കിലും പരിഹരിക്കുക എന്നുള്ളതാണ് ഓറിയോൺ പോളിമർ കോമ്പോസിറ്റ് എന്ന പ്രോജക്റ്റിൻ്റെ മുഖ്യമായ അജണ്ട. ഈ പ്രോജക്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വരുന്ന മെറ്റീരിയൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള വീട് നിർമ്മിക്കാനും ലോ കോസ്റ്റ് ബജറ്റിൽ വളരെയധികം പ്രകൃതിക്ക് അനുകൂലമായ, അല്ലെങ്കിൽ പ്രകൃതിക്ക് യാതൊരു തരത്തിലും ഡാമേജ് ഉണ്ടാക്കാത്ത പ്രോജക്റ്റുകൾ ഉണ്ടാക്കാനും പറ്റുന്ന തരത്തിലേക്കും ഞങ്ങളുടെ ഭാവിയിൽ പ്രോജക്റ്റുകളെക്കുറിച്ച്, പദ്ധതികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഈ പ്ലാസ്റ്റിക് വേസ്റ്റിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന നിലയ്ക്കാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ ഞങ്ങളിന്ന് കോഴിക്കോട് ആരംഭിച്ച് അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോലും ഈ പ്രോജക്റ്റിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് വരാനിരിക്കുന്ന ജനറേഷന് ഈ ഭൂമിയെ ഇതുപോലെയെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങളാൽ കഴിയുന്ന ഒരു പുതിയ ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.